പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്പിന്നിംഗ് മില്ലുകളിലേക്കും എംഡിമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 16 മില്ലുകൾക്ക് ആകെയുള്ളത് 6 എംഡിമാർ മാത്രം. ഇതിൽ വിജിലൻസ് കേസിൽ ഉൾപ്പെട്ടവരുമുണ്ട്. പൊതുമേഖലാ സ്പിന്നിംഗ് മില്ലുകൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതിനൊപ്പം അഴിമതിയും വർദ്ധിക്കുന്നു. വിജിലൻസ് കേസിൽ ഉൾപ്പെട്ട് 2 വർഷം സസ്പെൻഷനിലായ എം ഗണേശനാണ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള 10 സ്ഥാപനങ്ങളുടെ എംഡി. നമ്മുടെ സംസ്ഥാനത്തെ 16 സ്പിന്നിംഗ് മില്ലുകളിൽ 10 എണ്ണത്തിന് ഒരു എംഡിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതാവട്ടെ പല എംഡിമാരും പല അഴിമതി കേസുകളിൽ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇത്തരം ആളുകളെ എംഡിയായി തുടരുന്നിടത്തോളം കാലം ഇത്തരം സ്ഥാപനങ്ങളിൽ അഴിമതി തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സർവീസിൽ നിന്നും വിരമിച്ച അരുൾ സെൽവനാണ് കൊല്ലം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ, കോട്ടയം പ്രിയദർശിനി സ്പിന്നിംഗ് മിൽ എന്നിവയുടെ എംഡി. ആലപ്പി, തൃശൂർ സ്പിന്നിംഗ് മില്ലുകളുടെ എംഡിയായ എസ് ശ്രീകുമാർ അഴിമതി വിഷയത്തിൽ ലോകായുക്ത അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പല മില്ലുകളിലും എംഡിമാർ എത്താറില്ലെന്നും പരാതിയുണ്ട്. അധിക ചുമതല നൽകുന്നത് 3 മാസത്തിൽ കൂടുതൽ പാടില്ലെന്ന് ചട്ടം ലംഘിച്ചാണ് എംഡിമാരെ തൽസ്ഥാനത്ത് തുടരാൻ സർക്കാർ അനുവദിക്കുന്നത്. മതിയായ വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെയാണ് കുറ്റിപ്പുറം, മാൽക്കോടെക്സ്, കണ്ണൂർ സഹകരണ സ്പിന്നിംഗ് മിൽ എന്നിവയുടെ എംഡിയായി CR രമേശ് തുടരുന്നത്. വിജിലൻസ് ക്ലിയറൻസ് ഇല്ലാതെയാണ് പലരും പദവിയിൽ തുടരുന്നത്. ചട്ടവിരുദ്ധ നിയമനങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി നേരത്തെ വിശദീകരണം ചോദിച്ചിരുന്നു. മീഡിയ 1 പാലക്കാട്.